രാവിലെ 7 മണിയോടെ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 7:15 മുൻപ് തന്നെ ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തി. അവിടെ നിന്നും പ്രത്യേക വാഹനത്തിൽ, ഇലക്ട്രിക് വാഹനത്തിൽ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയി. 7:30യോടെയാണ് അദ്ദേഹം ദർശനത്തിനായി ഗുരുവായൂരിലെത്തിയത്. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പൂർണ്ണകുംഭം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് 15 മിനിറ്റോളം അദ്ദേഹം ക്ഷേത്രത്തിൽ ദർശനം നടത്തി. മുൻപ് 2 തവണ ചെയ്തതുപോലെ അദ്ദേഹം ഇത്തവണ താമര കൊണ്ടുള്ള തുലാഭാര വഴിപാട് നടത്തിയില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഒപ്പം ക്ഷേത്രം തന്ത്രി, മേൽശാന്തി, അതിനു പുറമെ ദേവസ്വം ബോർഡ് ചെയർമാൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ മാത്രമാണ് അദ്ദേഹത്തിന്റെ ദർശന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. മേൽശാന്തിയിൽ നിന്നും തന്ത്രിയിൽ നിന്നും അദ്ദേഹം പ്രസാദം സ്വീകരിക്കുകയും തുടർന്ന് അദ്ദേഹം 8 മണിയോടെ ഗസ്റ്റ് ഹൌസിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഏറെ വൈകാതെ അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തിരിച്ച് ക്ഷേത്രനടയിലെത്തുകയും 8:30യോടെ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തു. നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഭാഗ്യയുടെ താലികെട്ട്. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ബിജു മേനോൻ തുടങ്ങി മലയാള സിനിമാ ലോകത്തെ താരങ്ങളെല്ലാം തന്നെ ഈ ഒരു താലികെട്ടിന് സാക്ഷ്യം വഹിക്കാൻ ഗുരുവായൂർ അമ്പലനടയിൽ എത്തിയിരുന്നു. ഭാഗ്യയുടെ താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്ത മോദി ഗുരുവായൂരിൽ ആ സമയത്ത് വിവാഹം കഴിക്കാനെത്തിയ വധൂവരന്മാരെ ആശീർവദിക്കുകയും ചെയ്തു. തുടർന്ന് 9 മണിയോടെ അദ്ദേഹം ഗസ്റ്റ് ഹൌസിലേക്ക് തിരിച്ചു പോവുകയും 9:15 തന്നെ നിശ്ചയിച്ച പ്രകാരം തൃപ്രയാറിലേക്കുള്ള യാത്ര തുടങ്ങുകയും ചെയ്തു. താരപ്രഭയിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടന്നത്. ഭാഗ്യ സുരേഷും ശ്രേയംസും തമ്മിലുള്ള വിവാഹത്തിന്റെ താലികെട്ട് ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് നടന്നത്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തോടുകൂടി ഈ ചടങ്ങിന് മറ്റൊരു പ്രാധാന്യം കൂടെ വന്നിരിക്കുകയാണ്. നിയുക്ത സ്ഥാനാർത്ഥി, ബിജെപിയുടെ നിയുക്ത സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് അത്രത്തോളം പ്രാധാന്യം പ്രധാനമന്ത്രിയും ബിജെപിയും നൽകുന്നു എന്ന് വേണം ഈ ചടങ്ങുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. താലികെട്ട് ചടങ്ങ് അവിടെയായിരുന്നു. അതിനുശേഷം ഗോകുലം കൺവെൻഷൻ സെന്ററിലായിരുന്നു മറ്റ് ചടങ്ങുകൾ നടന്നത്. അവിടെ വലിയ തോതിലുള്ള താര രാജാക്കന്മാരെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. ഈ താലികെട്ട് ചടങ്ങിൽ മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ്, ഷാജി കൈലാസ്, ബിജു മേനോൻ ഉൾപ്പെടെ വലിയ താരനിര തന്നെ സന്നിഹിതമായിരുന്നു. നമുക്കറിയാം, ഏറെക്കാലമായി സുരേഷ് ഗോപി അമ്മ സംഘടനയുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിവെച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ചടങ്ങ് നടക്കുന്നത്. അതിൽ ഈ താരരാജാക്കന്മാരെത്തി എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു. അതിനുശേഷമാണ് ഈ കൺവെൻഷൻ സെന്ററിലെ ചടങ്ങുകൾ നടന്നത്. ഇവിടെയും വലിയ തോതിലുള്ള രാഷ്ട്രീയ രംഗത്തെയും സാമൂഹിക രംഗത്തെയും കലാസാംസ്കാരിക രംഗത്തെയും നിരവധി പ്രഗത്ഭർ ഇവിടെയും ഒത്തുകൂടി. അതിനുശേഷം നിരവധി ആളുകളാണ് ഈ ചടങ്ങിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഏതായാലും ഒരു വലിയ കല്യാണ മാമാങ്കത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്.
ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി ആദ്യം എത്തിയത് ഗോശാലയിലാണ്. ഇവിടെ വന്ന് അദ്ദേഹം ഗോശാലയിൽ ദർശനം നടത്തി. അവിടെ എന്താണ് പിന്നെ ചെയ്തതെന്ന് നമുക്ക് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് നെയ്യാണ്. അദ്ദേഹം ഇവിടെ നെയ്യ് അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മീനൂട്ടാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മീനൂട്ടിനായി അദ്ദേഹം കടവിൽ പോവുകയും അവിടെ മീനൂട്ട് കഴിച്ചതിന് ശേഷം ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തുകയാണ് ഉണ്ടായത്. ക്ഷേത്രത്തിനകത്ത് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ 2 പുഷ്പാഞ്ജലികളുണ്ടായിരുന്നു. അത് നടത്തുകയും അതിനുശേഷം തെക്കേ ഭാഗത്തുള്ള ശാസ്താവിന്റെ ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിനു ശേഷമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൾച്ചറൽ പ്രോഗ്രാംസ് അദ്ദേഹം കാണുവാൻ വേണ്ടി എത്തിയത്. പ്രധാനപ്പെട്ട കൾച്ചറൽ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിരുന്നത് ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ നാഷണൽ ആർട്സ്. അവരാണ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തത്. അതിൽ തൃശ്ശൂരിലെ ബ്രഹ്മസം മഠത്തിലെ 20ഓളം കുട്ടികൾ, ചെറിയ കുട്ടികളാണ്, 5 വയസ്സ് മുതൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവരുടെ വേദിക് ചാൻഡിംഗ് ആണ്. അതൊരു 10 മിനിറ്റോളം വേദിക് ചാൻഡിംഗ് അദ്ദേഹം കേൾക്കുകയും അതിനുശേഷം തുഞ്ചത്തെഴുത്തച്ഛന്റെ ആധ്യാത്മിക രാമായണം അത് പാരായണം അതിനും അദ്ദേഹം അറ്റൻഡ് ചെയ്യുകയും അവസാനം 2 ഭജന അതും അതിന്റെ ഭാഗമായിട്ട് കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. ഇത് രണ്ടും അദ്ദേഹം ആസ്വദിക്കുകയും അതിലെ കലാകാരന്മാരെയും അതുപോലെ തന്നെ വേദമന്ത്രങ്ങൾ ഉരുക്കഴിച്ച കുട്ടികളെയും അദ്ദേഹം അനുമോദിക്കുകയും അവർക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ക്ഷേത്രത്തിലെ തന്ത്രിയെ ആദരിക്കുകയും അദ്ദേഹത്തിന് പുരസ്കാരം നൽകുകയും ചെയ്തത്. ക്ഷേത്ര ദർശനത്തിനെത്തിയാൽ ആദ്യം നടത്തുന്നത് ഗോശാലയിലെ ദർശനവും അവിടുത്തെ അഭിഷേകവുമാണ്. അതിനുശേഷം പിന്നീട് ഈ വഴിയിൽ കൂടെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോയത്. സാധാരണഗതിയിൽ ഗോശാല ദർശനവും മീനൂട്ടും കഴിഞ്ഞ ശേഷമാണ് ക്ഷേത്ര ദർശനത്തിനായി ആളുകൾ സാധാരണഗതിയിൽ പോവുക. അതാണ് ഇവിടുത്തെ ചിട്ട. എന്തായാലും ആ ക്രമമനുസരിച്ച് ഈ വഴിയിലൂടെ അദ്ദേഹം പോവുകയും ഈ ക്ഷേത്രത്തിന് എതിർവശമുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിനോട് തന്നെ ചേർന്ന ഇടത്തുള്ള മീനൂട്ടാണ് അദ്ദേഹം നടത്തിയത്. ഗോശാലയിൽ ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ വന്നത് ക്ഷേത്രത്തിന്റെ മുൻവശം തന്നെയുള്ള ഈ പുഴയ്ക്ക് സമീപത്തുള്ള മീനൂട്ടിലേക്കാണ്. ഇത്തരത്തിൽ അദ്ദേഹം ഈ പടവുകളിൽ നിന്നാണ് താഴേക്ക് ഭക്ഷണം നൽകുകയും മീനുകൾ ആ ഭക്ഷണം കഴിക്കുകയും ചെയ്തത്. ഈ ക്ഷേത്രത്തിൽ മീനൂട്ട് വഴിപാട് നടത്തിയാൽ വലിയ പുണ്യം ലഭിക്കും, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും, രോഗപീഠകൾ മാറും എന്നൊക്കെയാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് മീനൂട്ടും. എന്തായാലും മീനൂട്ട് നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ദർശനത്തിനായി അകത്തേക്ക് പോയത്. മീനൂട്ട് പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ഇതുവഴിയാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നത്. വളരെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ക്ഷേത്രത്തിലെത്തി അദ്ദേഹം 2 പുഷ്പാഞ്ജലികൾ കഴിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തന്നെ പേരിലാണ് 2 പുഷ്പാഞ്ജലികളും കഴിപ്പിച്ചത്. മീനൂട്ട് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് വെടിവഴിപാട്. സാധാരണഗതിയിൽ ഓരോ പൂജാ സമയത്തും വെടിവഴിപാട് നടക്കുന്നു എങ്കിലും പ്രധാനമന്ത്രി എത്തുന്ന സാഹചര്യത്തിൽ ഇന്നലെ മുതൽ വെടിവഴിപാട് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നും പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം അകത്ത് പൂജാവിധികൾ സമർപ്പിച്ചപ്പോൾ ആചാരവെടി മാത്രം ഇന്നും മുഴങ്ങി. എന്തായാലും ആചാരവെടിക്ക് മാറ്റമില്ലാതെ നടന്നു എന്നാണ് ദേവസ്വം വ്യക്തമാക്കുന്നത്. ശ്രീരാമ ഭഗവാന് മുന്നിൽ ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം പുറത്തേക്കിറങ്ങുകയും പിന്നീട് ക്ഷേത്രത്തിന്റെ
തെക്ക് വശത്തുള്ള ശാസ്താവിന്റെ നടയിൽ പ്രാർത്ഥനകൾ നടത്തിയത്. ക്ഷേത്രത്തിനുള്ളിലെ ദർശനവും വഴിപാടുകളും പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പരിപാടികൾ കാണുന്നതിനായി എത്തിയിരുന്നത്. കൊച്ചുകുട്ടികൾ അവതരിപ്പിച്ച വേദാർച്ചനയും ഭജനയിലും അദ്ദേഹം പങ്കെടുത്തു. ഒപ്പം അദ്ദേഹത്തിനായി ആധ്യാത്മിക രാമായണം വായിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ഏറെ നേരം ഇവിടെ ചെലവഴിച്ച് കുട്ടികൾ നടത്തിയ വേദാർച്ചന ആസ്വദിക്കുകയും ചെയ്തു. ഒപ്പം കുട്ടികളെ വേദാർച്ചന നടത്തിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. എന്തായാലും ഏറെ നേരം അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി അവരുടെ പരിപാടികൾ കണ്ടിരുന്നു എന്നാണ് ദേവസ്വം വ്യക്തമാക്കുന്നത്. ഒരു മണിക്കൂറാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ചെലവഴിച്ചത്. പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ എത്തിയതോടെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പരിപാടികളിലും വികസന പദ്ധതികളിലും വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 3 സുപ്രധാന പദ്ധതികളാണ് കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. അതിൽ 2 പ്രധാന പദ്ധതികൾ കൊച്ചി ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ തന്നെ ഒരു മാരിടൈം ഹബ്ബാക്കി കൊച്ചിയെ മാറ്റുക, രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരിടമാക്കി ഈ കപ്പൽ നിർമ്മാണ മേഖലയിലടക്കം കൊച്ചിയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കൂടെ സ്ഥാപിതമാകുന്നതാണ് ഈ 2 പദ്ധതികൾ. അതിൽ ഡ്രൈഡോക്ക് പദ്ധതി 1800 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയാണ്. 70,000 ടൺ കേവ് ഭാരമുള്ള വലിയ കപ്പലുകൾ, വിമാനവാഹിനി കപ്പലായാലും അത് വലിയ ചരക്ക് കപ്പലായാലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ, അതിന് നിർമ്മാണത്തിന് ഉതകുന്ന രീതിയിൽ പര്യാപ്തമായ വലിയ ഡ്രൈഡോക്ക് സംവിധാനത്തോടു കൂടി നിർമ്മിച്ച ഒരു പദ്ധതിയാണിത്. അത് ലോകത്തിലെ തന്നെ ഒരു ആദ്യ പദ്ധതികളിൽ ഇത്തരം ഒരു സംവിധാനങ്ങളിൽ ആദ്യത്തേതെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ അത് കൂടുതൽ കരുത്ത് കപ്പൽ നിർമ്മാണ മേഖലയിൽ കൂടുതൽ കരുത്ത് പകരുക എന്ന രീതിയിൽ തന്നെ ഇന്ത്യക്ക് സഹായകരമാകുന്ന മുതൽക്കൂട്ടാകുന്ന ഒരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്റർനാഷണൽ ഷിപ്പ് ഫെസിലിറ്റി സെന്റർ എന്ന് പറയുന്ന അടുത്ത പദ്ധതി. 970 കോടി രൂപയുടെ പദ്ധതി. ഒരേ സമയം തന്നെ 7 വലിയ കപ്പലുകളുടെ അടക്കം ഇവിടെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുരോഗമിക്കാൻ അതിൽ ചെയ്യാനുള്ളൊരു സൗകര്യങ്ങൾ അതിനുണ്ട്. ഷിപ്പ് ലിഫ്റ്റിംഗ് സംവിധാനമുണ്ട്. അങ്ങനെ വലിയ നിർമ്മാണ ശേഷിക്ക് കഴിയുന്ന രീതിയിലുള്ളതാണ് ഈ 2 പദ്ധതികളും പറയുന്നത്. 4000-ഓളം പേർക്ക് ഈ 2 പദ്ധതികളുമായി തൊഴിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 പദ്ധതികളും കൊച്ചിയുടെ വലിയ മാറ്റങ്ങൾക്ക് ഇതിൽ നന്ദി കുറിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് കൊച്ചിയെയും അതുമാത്രവുമല്ല കേരളത്തിലെ തന്നെ കപ്പൽ നിർമ്മാണ രംഗത്ത് ഒരു പ്രധാനപ്പെട്ട ഇടമായി കൊച്ചി കപ്പൽശാലയെ മാറ്റാൻ ഉതകുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം പുതുവൈപ്പിനിലെ LPG ഇറക്കുമതി ടെർമിനൽ, ദക്ഷിണേന്ത്യയിലെ തന്നെ വലിയ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ടെർമിനൽ, ഈ 3 പദ്ധതികളും വലിയ ആശയങ്ങളോടെ നടപ്പിലാക്കുന്നതാണെന്ന് അദ്ദേഹം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. हमारे पोर्ट सिटीज से आज जब भारत फिर से ग्लोबल ट्रेड का एक बड़ा केंद्र बन रहा है, तब हम फिर से अपनी समुद्र शक्ति को बढ़ाने में जुटे हैं. इसके लिए केंद्र सरकार समुद्र किनारे बसे कोच्चि जैसे शहरों का सामर्थ्य और बढ़ाने में जुटी है. हम यहां के पोर्ट्स की कैपेसिटी को बढ़ाने पर काम कर रहे हैं, पोर्ट इंफ्रास्ट्रक्चर पर निवेश कर रहे हैं. सागरमाला परियोजना के तहत पोर्ट्स की कनेक्टिविटी बढ़ाई जा रही है. साथियों, आज यहां देश को अपना सबसे बड़ा ड्राई डॉक मिला है. കേന്ദ്രം നടപ്പാക്കുന്ന വലിയ പദ്ധതികളിൽ കേരളത്തിൻ്റെതായ റോള് അത് കൃത്യമായി തന്നെ കേരളം നിർവഹിക്കുന്നുണ്ടെന്ന് ആ ചടങ്ങിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിന്റെ വലിയ കമ്പനികളടക്കം ഇതിൽ പങ്കെടുക്കുന്നു. കെൽട്രോൺ അടക്കമുള്ള കമ്പനികൾ ISROയുടെ ബൃഹത് പദ്ധതികളിൽ, ചന്ദ്രയാൻ അടക്കമുള്ള പദ്ധതികളിൽ എല്ലാം തന്നെ ഇവർക്ക് പങ്കാളിത്തത്തോടെ ഇതിൽ ഭാഗഭാക്കാകാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെതായ സംഭാവനകൾ കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതികളിൽ കേരളം ചുമതലയോടുകൂടി നിർവഹിച്ചു പോരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ പറഞ്ഞു. We are delighted to have the Honorable Prime Minister Sri Narendra Modi ji in our midst. At the outset, let me extend a warm welcome to him and reaffirm
Kerala's commitment to the overall development of our country by playing a supportive role as the host state in mega projects such as these. ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട ചടങ്ങിൽ കൂടുതൽ സമയവും പ്രധാനമന്ത്രി തന്നെയാണ് സംസാരിച്ചത്. ഒരിടത്ത് പോലും രാഷ്ട്രീയം കലർന്നു വന്നില്ല. മുഖ്യമന്ത്രി സംസാരിച്ചപ്പോഴും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി സംസാരിച്ചപ്പോഴും ഒന്നും തന്നെ രാഷ്ട്രീയം കലർന്നു വന്നില്ല. അതിൽ പ്രധാനമായും ശ്രദ്ധയൂന്നിയത് ഇരു നേതാക്കളും വികസനം സംബന്ധിച്ചാണ്, വികസനത്തിലെ ഒരു പരസ്പര പങ്കാളിത്തം സംബന്ധിച്ചാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഈ പദ്ധതികളെല്ലാം തന്നെയും രാജ്യത്തിന്റെ വികസനത്തിന്, കേരളത്തിൻ്റെതായ വികസനത്തിന് എല്ലാം തന്നെ ആക്കം കൂട്ടുന്ന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് കൊച്ചിയിൽ നടന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പരിപാടിക്ക് ശേഷം 1:30 കൂടിയാണ് നരേന്ദ്രമോദി മറൈൻ ഡ്രൈവിൽ BJP പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശക്തി കേന്ദ്ര എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയത്. അദ്ദേഹം ആദ്യഘട്ടം മുതൽ, അതായത് വേദിയിലേക്ക് എത്തിയ നരേന്ദ്രമോദിയെ കെ സുരേന്ദ്രൻ സ്വീകരിച്ചത് അമ്പും വില്ലും നൽകി, തേക്കിൽ നിർമ്മിച്ച അമ്പും വില്ലും നൽകിയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിച്ചത്. പിന്നീട് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തു. രാവിലെ മുതൽ തന്നെ ധാരാളം പ്രവർത്തകർ ഈ ശക്തി കേന്ദ്ര എന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എത്തുമ്പോൾ നിറഞ്ഞ ഒരു സദസ്സാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ സ്നേഹം തൃപ്പയാറിലും ഒപ്പം തന്നെ ഗുരുവായൂർ അടക്കമുള്ള ഇടങ്ങൾ സന്ദർശിച്ചതിൽ നിന്നും അദ്ദേഹം വളരെയധികം സ്നേഹം കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല BJP വളരെ ശക്തമായ ഒരു പാർട്ടിയായി വളരുന്നു എന്നതിന്റെ സൂചനയാണ് തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തത്. എന്തായാലും ഇന്നത്തെ പ്രസംഗത്തിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ്. ആ വികസന നേട്ടങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തകർ ഇടപെടണം എന്നുള്ള ആഹ്വാനമാണ് പ്രധാനമായും ഈ യോഗത്തിൽ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു വേണം തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. वोटरों को ये बताना चाहिए कि 10 वर्ष पहले तक जब देश में एक कमजोर और अस्थिर सरकार थी तो आए दिन आतंकी हमले होते थे. इसका सीधा असर हमारे निवेश पर पड़ता था और विदेशों में काम करने वाले हमारे देशवासियों पर पड़ता था. हमें उन्हें बार बार बताना होगा कि LDF, UDF का इतिहास किस तरह घोटालों का रहा है, भ्रष्टाचार का रहा है. आज भारत को दुनिया विश्व मित्र के रूप में देख रही है. ഒപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യത വരുത്തണമെന്നുള്ള നിർദ്ദേശവും ഉണ്ടായിട്ടുണ്ട്. ഈ യോഗത്തിൽ അദ്ദേഹം പ്രധാനമായും മറ്റൊന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ തൃപ്പയാർ ക്ഷേത്രത്തിലെ ദർശനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേരളത്തിൽ നാലമ്പല ദർശനം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെ പല കാര്യങ്ങളും അദ്ദേഹം ഇന്നത്തെ വേദിയിൽ ഇവിടെ മറൈൻ ഡ്രൈവിൽ പറയുകയുണ്ടായി. എന്തായാലും പ്രധാനമായും അദ്ദേഹം ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ലക്ഷ്യമിടുന്നത് ദക്ഷിണേന്ത്യയിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ അതിൽ കൃത്യമായ ഒരു സീറ്റ് തുറന്നുകൊണ്ട് കേരളത്തിൽ തുറന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള കൃത്യമായ ഒരു ലക്ഷ്യം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കൃത്യമായ ഒരു ആധിപത്യമോ മേൽക്കോയ്മയോ നേടാൻ BJP കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കർണാടകം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും അക്കൌണ്ട് തുറക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായ ഒരു ശ്രമം ഇത്തവണ ഉണ്ടാവണം എന്നുള്ള ഒരു കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഒരുപക്ഷെ ശക്തി കേന്ദ്ര എന്ന പരിപാടിയിൽ രാജ്യത്ത് തന്നെ ആദ്യമായാകും നരേന്ദ്രമോദി ഇത്തരത്തിൽ ബൂത്ത് ലെവലിൽ തന്നെയുള്ള പ്രവർത്തകരെ നേരിട്ട് കണ്ട് അവരെ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനായി നിർദ്ദേശിക്കുന്നത്. അത്തരമൊരു നിർദ്ദേശം അതുകൊണ്ട് തന്നെ അത് പ്രവർത്തകരിൽ ആ ഒരു കൂടിക്കാഴ്ച വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഇതര രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാനോ മറ്റ് കാര്യങ്ങളിലേക്കോ നീങ്ങിയില്ല എന്നുള്ളതാണ്. മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടി അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ച് വോട്ട് നേടുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്തായാലും 1 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വോട്ട് ചേർക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ കൃത്യത പാലിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ശേഷമാണ് നരേന്ദ്രമോദി 1 മണിക്കൂർ നീണ്ട പ്രസംഗം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങിയത്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം മറൈൻ ഡ്രൈവിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.